പി ദിവ്യയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് സീമാജി നായർ. സീമാജി നായരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുപ്രവർത്തന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴൊക്കെ നമ്മൾ അവരെക്കുറിച്ച് പറയാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഈ ചാരിറ്റി എന്ന് പറയുന്നത് ചിലർക്ക് വാക്കിലാണ്, പക്ഷെ സീമാജി നായരെ സംബന്ധിച്ചിടത്തോളം അവർ വാക്കിലല്ല പ്രവൃത്തിയിലാണ് തെളിയിച്ച ഒരാളാണ്. മാത്രമല്ല ഏത് വിഷയത്തിലും അവരുടെ കൃത്യമായ നിലപാടും അഭിപ്രായവും അവർ നട്ടലുറപ്പോടെ വിളിച്ചു പറയാറുമുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആദ്യ ഗർഭകേസ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സീമാജി നായർ തന്റെ നിലപാട് വ്യക്തമാക്കി അവർ രംഗത്ത് വന്നിരുന്നു. അതാവട്ടെ രാഹുലിനെതിരെ കല്ലെറിയുന്നവർക്ക് നേരെയുള്ള പരിഹാസമായിരുന്നു. ഇപ്പോൾ രണ്ടാം വട്ടം വീണ്ടും രാഹുലിന്റെ രണ്ടാം ഗർഭകേസുമായി ചിലർ രംഗത്തെത്തിയപ്പോൾ അവരിൽ ചിലർ സീമാജി നായരെ ഒന്ന് തോണ്ടി, നന്നായിട്ടൊന്ന് തോണ്ടുക മാത്രമല്ല ഈ സൈബർ വെട്ടുകിളികൾ ഒന്ന് ഇറങ്ങുകയും ചെയ്തു. അവർക്കെതിരെ പിന്നെ വലിയ സൈബർ ആക്രമണമാണ് നടന്നത്. അവർക്കെതിരെ മാത്രമല്ല അനുശ്രീക്കെതിരെ നടന്നു. പി ദിവ്യയെ പോലുള്ള CPM നേതാക്കളും സീമാജി നായരെ ആക്രമിക്കാനെത്തി. പക്ഷേ പി ദിവ്യയ്ക്ക് അറിയില്ലല്ലോ സിംഹത്തിന്റെ മടയിലാണ് പി ദിവ്യ ചെന്ന് കൈയിട്ടിരിക്കുന്നതെന്ന്. പി ദിവ്യയെ വലിച്ചു കീറി എയറിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തിരിക്കുകയാണ് സീമാജി നായർ. ദിവ്യ കണ്ണ വഴി ഓടിയെന്നാണ് കേൾക്കുന്നത്. സീമാജി നായർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വീഡിയോ പങ്കുവച്ചു. ആ വീഡിയോയിൽ എല്ലാത്തിനും മറുപടിയുണ്ട്. ദിവ്യ ഇനി നാക്കുയർത്തില്ല. സീമാജി നായരുടെ ഗർഭകാലം ചോദിച്ചുകൊണ്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ എത്തിയിരുന്നു. അവന്റെ ഗർഭം ചുമക്കാൻ ഒരുത്തനെ വേണമത്രേ. അവനോട് പച്ചക്കങ്ങ് മറുപടി കൊടുത്തു സീമ. നീ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആ സാധനം ഒന്ന് ഏൽപ്പിക്കുക. തൽക്കാലം ഞാൻ രാഹുലിന്റെ ഗർഭം ഒന്ന് കൊണ്ടുപോകട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് വ്യക്തിപരമായി തനിക്ക് യാതൊരു നേട്ടവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടുന്നു എന്ന് അവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ലൈവിൽ എത്തി സീമാജി നായർ പലതും വെട്ടി തുറന്ന് പച്ചക്കങ്ങ് പറയുകയാണ്. രാഹുൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, പക്ഷേ അത് രണ്ട് ഭാഗത്തുള്ളവരുടെയും എല്ലാ ഭാഗങ്ങളും കേട്ടിട്ടായിരിക്കണം. രണ്ട് പെൺകുട്ടികളെ അനാഥമാക്കിയവരാണ് ഇന്ന് തനിക്കെതിരെ വരുന്നത്. ഗോവിന്ദചാമിമാരുടെ പകരക്കാരാണ് എന്നവർ പറയുന്നു. നവീൻ ബാബു സാറിന്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഈ സ്ത്രീ കയറി വരുമ്പോൾ അദ്ദേഹം ചിരിച്ച മുഖത്തോടെ അവരെ സ്വീകരിക്കുന്നു. അതിനുശേഷം ഇവർ നടത്തിയ പ്രസംഗത്തിന് ശേഷം ആ മുഖം മാറുന്നതും കാണാം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ആ മുഖം മാറുന്നില്ല. അപ്പോൾ വാക്കുകളിലൂടെ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ വന്നിട്ട് എൻ്റെ മുഖം വെച്ച് പോസ്റ്റ് ഇടുന്നു. ഇത്ര വിഷയ ദാരിദ്ര്യമോ പി ദിവ്യയ്ക്ക് ഇത്ര വിഷയ ദാരിദ്ര്യമോ, അതും ഇത്രയും നിസ്സാരമായ കേസിനൊക്കെ സഹാക്കന്മാരെ ഒരുമിച്ചാണ് അവർ ചോദിക്കുന്നത്. ഈ സഹാക്കന്മാരെ ഒരുമിച്ചാണ് വന്നിരുന്ന സൈബർ അറ്റാക്ക്. ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 70 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ വന്നു പറഞ്ഞ വൃത്തികേടുകൾ ഇവിടെ പറയാൻ പറ്റില്ല. പ്രൊഫൈൽ പിക്ചറിൽ കൊച്ചുമകളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ പടവും ആറ്റിങ്ങലിലെ ഒരു സ്ത്രീ പറഞ്ഞത് ഞാനൊരു നശിച്ച ജന്മമാണ്, രാക്ഷസി എന്നൊക്കെയാണ്. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ ആരുടെ മുന്നിലും അടിയറവ് വയ്ക്കില്ല. കേട്ടും അടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവുമായി ഞാൻ രംഗത്ത് വരുന്നത്. രാഹുലിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. എന്നാൽ രാഹുൽ ഇങ്ങനെ ചെയ്തു എന്നതിന് തെളിവുകളുമില്ല. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗഹൃദമായി അതേത് കോടതി ശിക്ഷിക്കും. ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ 2 വശത്തു നിന്നും കേൾക്കണം എന്താണ് ഇതിലെ യഥാർത്ഥ വിഷയം എന്നത്. നമുക്ക് ആർക്കും അറിയില്ല അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന്. അത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ആർക്കെങ്കിലും ബാധ ഇളകിയാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്നതാണ് തൻ്റെ അവസ്ഥ. കോഴിയുടെ കഴുത്ത് കണ്ടിക്കാൻ വരുന്നത് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് ഈ സൈബർ അറ്റാക്ക്. സൈബർ സഹാക്കന്മാർ ഓരോ ഭാഗത്തായി തിരിഞ്ഞ് എന്നെ ആക്രമിക്കുന്നു എന്നിരിക്കെ പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇട്ടോളൂ. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ ഇട്ട് രസിക്കുന്നത്. അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത രീതിയിലുള്ള ചീത്തവിളികൾ ഇവർ നടത്തുന്നു. ജാതിയോ മതമോ നോക്കി ഞാൻ ആരെയും സഹായിച്ചിട്ടില്ല. ഒരഭിപ്രായം നമ്മൾ പറയുന്നു, അത് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ വളച്ചൊടിച്ച് 1000 പോസ്റ്റുകളായി വന്ന് അതിന് താഴെ മത്സരിച്ച് ചീത്ത വിളിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതെ ഇരിക്കും എന്ന് കരുതണ്ട. ഈ ഗർഭം എന്നുള്ള വാക്കല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? രാഹുൽ പൈസ തന്നിട്ടാണ് സീമാജി നായർ ഇതൊക്കെ തട്ടിവിടുന്നത് എന്ന് ചിലർ പറയുന്നു. ഞാൻ ഒരു ഗർഭം ഉണ്ടാക്കി, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എന്ന് വേറൊരുത്തൻ ചോദിച്ച് വന്നിട്ടുണ്ട്. ഇവനോടൊക്കെ എന്ത് മറുപടി പറയാൻ? ഇതൊരു ലൈവായി പോയി. കട്ടിയുള്ള വാക്കുകളൊന്നും പറയുന്നില്ല. പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല,
നിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ, ഞാൻ തൽക്കാലം രാഹുലിന്റെ ഗർഭം ഒന്ന് കൊണ്ടുപോകട്ടെ. നിന്റെ വീട്ടിലുള്ളവരോട് പറ നീ ഉണ്ടാക്കിയതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ ഗർഭകാലം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചവനോട് ആദ്യം നിന്റെ അമ്മയോട് ചോദിക്കേ എങ്ങനെയായിരുന്നു എന്ന്. അവർ പറഞ്ഞു തരും. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല കട്ടക്കുള്ള മറുപടിയാണ് സീമ കൊടുത്തത്. എന്തായാലും സീമാജി നായർ തൻ്റെ വിമർശകർക്ക് നേരെ ഉയർത്തിയത് നല്ല ചങ്കൂറ്റമുള്ള മറുപടി തന്നെയാണ്. ഇനി ഒരൊറ്റ പി ദിവ്യയും വാല് പൊക്കില്ല. അമ്മാതിരി ഒരു അടിയാണ് സീമാജി നായർ കൊടുത്തിരിക്കുന്നത്. സിനിമയിലും സീരിയലിലും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രശസ്തി നേടുകയാണ് സീമാജി നായരുടെ ലക്ഷ്യമെന്ന് കുറേ പേർ പറയുന്നു. 1984 ജൂൺ 4-ാം തീയതി എൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തു. സിനിമയിൽ വന്നിട്ട് 41 വർഷം, ഏകദേശം 175 സിനിമകൾ ചെയ്തു, 350-ലേറെ സീരിയലുകൾ, 4000 വേദികളിൽ നാടകം അവതരിപ്പിച്ചു. ഹ്രസ്വചിത്രങ്ങൾക്ക് കൈയും കണക്കുമില്ല. ഇവരൊന്നും എൻ്റെ സിനിമ കാണാതിരിക്കുന്നത് എൻ്റെ കുഴപ്പമാണോ? എനിക്ക് ജീവിച്ചു പോകാനുള്ള വർക്ക് ഇപ്പോഴും എനിക്കുണ്ട്. അഭിനയിച്ച കാലം മുതൽ ഇവിടെ ഒരു സൂപ്പർ നടിയായി ജീവിക്കണമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടുമില്ല. സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ നാടകം, ഇനി അതൊന്നുമില്ലെങ്കിൽ നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ ജീവിക്കും. വയനാട് ഫണ്ട് കട്ടുമുറുക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്ന് പറയുന്നവരുണ്ട്. കട്ടവർക്കും കട്ട് മുടിച്ചവർക്കും കൈയിട്ട് വാരിയവർക്കും ഒക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. ശവപ്പെട്ടിക്ക് ആണിയടിക്കുകയാണെന്ന് പറയുന്നു. എനിക്ക് ഇതിൽ അംഗത്വമൊന്നുമില്ല. ഒരു ദിവസം മുമ്പ് സീമാജി നായർ തൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചിരുന്നു. അതേ തുടർന്നാണ് പി ദിവ്യ അടക്കമുള്ള വെട്ടുക്കിളികൾ ഇറങ്ങിയത്, സീമാജി നായർക്കെതിരെ ആക്രമണം തൊടുത്തുവിട്ടത്. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്കിംഗ് തുടങ്ങി. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. തീക്കുട്ടി പറയുന്നത് എൻ്റെ സമയമായി എന്നാണ്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ പറഞ്ഞില്ല. പൊറുക്കണമേ, മുഖമില്ലാത്ത തമ്പുരാനെ ഞാൻ രാഹുലിന് വേണ്ടി 3 മാസമായി PR വർക്ക് ചെയ്യുകയായിരുന്നു എന്ന് പിന്നെ ഈ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുമുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചക്കൂട് ഇളകിയതുപോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതേണ്ട. അത് തന്നെയാണ് സീമാജി നായർ പറയുന്നത്. അതായത് കൃത്യമായി സീമാജി നായർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. തീക്കുട്ടിമാരും സൈബർ വെട്ടുക്കിളികളും ദിവ്യയൊക്കെ പറയുന്നത് കേട്ടാൽ ദിവ്യയെ പോലെ വാക്കുകളുടെ നാവ് ഒന്ന് വലിച്ചതേ ഉള്ളൂ. അല്ലാതെ സഹാക്കന്മാർക്ക് ഇന്നോവയും വടിവാളും ഒന്നും വേണ്ട, നാക്ക് കൊണ്ട് മാത്രം ഒരാളെ കൊല്ലാമെന്ന് സഹാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് പി പി ദിവ്യ പറയാണ് രാഹുൽ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അനധികൃതമായ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണല്ലോ, പിന്നെ കൃത്യമായിട്ടല്ല, അനധികൃതമായ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കോട്ട് അത് അനുഭവിക്കണം, അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങണം. ഒരു പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ രാഹുൽ മാങ്കോട്ട് അനുഭവിച്ചേ മതിയോ. പക്ഷേ ഈ ഗർഭത്തിൻ്റെ തീവ്രത അളക്കുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ പാർട്ടിയിലാണല്ലോ ദിവ്യ ചേച്ചി ഉള്ളത്. അവരോടൊന്ന് ചെന്ന് ചോദിക്കും. പിന്നെ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ്? നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADM-നെ കൊന്നിട്ട് നാക്കുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും മോശമായി അധിക്ഷേപിച്ച് അത് ചാനലുകളിൽ മുഴുവൻ കൊടുത്ത് അദ്ദേഹത്തെ നാറ്റിച്ച് നാമാവശേഷമാക്കി നിങ്ങളുടെ സഹാക്കന്മാരുടെ ഭയം കാണുന്ന അവരുടെ ഭാര്യ ആ സ്ഥാനത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് അവർ പോയി. 2 പെൺകുട്ടികൾ അച്ഛനില്ലാതെ അനാഥരായി, ഒരു സ്ത്രീക്ക് ഭർത്താവില്ലാതായി. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പറയുക സീമാജി നായരെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആദ്യം നിങ്ങൾ ശരിയാണോ എന്ന് ചിന്തിക്കുക, എന്നിട്ട് പോരെ മറ്റുള്ളവൻ്റെ പല്ലട ഉണ്ടാകാൻ പോകുന്നത്.